ആ റൂഹ് പിന്നെ മരിച്ച ആൾക്കാരുടെ അഹ്ലുകാരിലേക്ക്, കുടുംബക്കാരിലേക്ക് ചെല്ലുമെന്നും എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ എന്തു പണിയാണ് ചെയ്യുന്നത്, നിങ്ങൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് പിന്നെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ സ്വത്തുകളൊക്കെ കൈമാറി നിങ്ങൾ ഓഹരി വെച്ചെടുത്തു, എന്നിട്ട് നിങ്ങൾ എനിക്കെന്തുകൊണ്ട് ഒരു ദിക്ർ തരുന്നില്ല, അല്ലെങ്കിൽ ഒരു ദുആ തരുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ഹദിയ ചെയ്യുന്നില്ല എന്നൊക്കെ ആ കുടുംബക്കാരരികിൽ വന്നിട്ട് പിന്നെ റൂഹ് പറയുമെന്നൊക്കെ കിതാബുകളിൽ കാണാം. അപ്പം റൂഹിനെതിരെ അള്ളാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നുമുള്ളതാണ് പിന്നെ ഇസ്ലാമിൻ്റെ വിശ്വാസവും കിതാബുകളിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ റൂഹിന് അതിന് മോശപ്പെട്ട റൂഹാണെങ്കിലോ അതിനെ ഒരു സ്ഥലത്ത് തളച്ചിടുക ആണ് ചെയ്യുക. നല്ല റൂഹാണെങ്കിൽ യഥേഷ്ടം സഞ്ചരിക്കാനുള്ള കഴിവ് കൊടുക്കുമെന്നാണ് കിതാബുകളിൽ കാണുന്നത്. ഫിഖിലെ മസ്അല, ഒരു ഖബർ, ആ ഖബർ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ മറമാടിയതാണെങ്കിൽ ആ സ്ഥലത്ത് വേറൊരു മയ്യത്തിനെ വെക്കാൻ വേണ്ടി ആ ഖബർ മാന്താമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മസ്അല. അപ്പോൾ അതനുസരിച്ച് മാന്തിയിട്ട് അങ്ങനെ തന്നെ ബോഡിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ബോഡി നല്ലതുപോലെ നുരുമ്പിയിട്ടില്ല എങ്കിൽ അത് എപ്പം തന്നെ എന്താക്കണം, മണ്ണിട്ട് മൂടണം എന്നുള്ളതാണ് മസാല. പിന്നെ വേറെ മയ്യത്തിന് അടക്കി കയറ്റി വെക്കരുത്. ഇനി നേരെ മറിച്ച് കുറേ കാലത്തിന് ശേഷമായതുകൊണ്ട് എല്ലാം നുരുമ്പി പോയിട്ട് ഉണ്ട് എങ്കിൽ, ഇനി ചെറിയ ചെറിയ എല്ലും കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എങ്കിൽ എന്താക്കുക, ആ ചെറിയ ചെറിയ എല്ലും കഷ്ണങ്ങളൊക്കെ എടുത്ത് ഒരു കുഴിയിലിടുക, അവിടത്തേക്ക് വേറൊരു മയ്യത്തിനെ കയറ്റി കടത്താമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. അതിൽ ഹറാമില്ല. കാരണം ഖബർ തുറക്കൽ ഹലാലായ വശങ്ങളിൽ ഇത് പറയുന്നുണ്ട്. അപ്പം മറ്റൊരു മയ്യത്തിനെ കടത്താൻ വേണ്ടിയിട്ട് ഖബർ തുറക്കാമെന്ന് പറയുന്ന മസലയിൽ ഇതിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തുരുമ്പിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പോഴത്തെ പല നാടുകളിലെയും ഖബർസ്ഥാനിൽ നടക്കുന്നത്. അങ്ങനെയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ മറമാടിയ ആ സ്ഥലത്തിനായിരിക്കും ഇപ്പം പുതിയതായി ഖബർ കുഴിക്കുന്നുണ്ടാകുക. കാരണം അവിടെ ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ എല്ലും കഷ്ണങ്ങളൊക്കെ എങ്ങാനും ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നുരുമ്പി പോയിട്ടുണ്ടാവും. അപ്പം ഇപ്പോഴത്തെ കാലത്ത് തന്നെ നടക്കുന്നത്, സ്ഥലമില്ലാത്തതുകൊണ്ടേ കൂടുതൽ അങ്ങനെ തന്നെ നടക്കലും, അത് പ്രശ്നമില്ല എന്നുള്ളതാണ്. പിന്നെ റൂഹിൻ്റെ കാര്യം നല്ല റൂഹ്, മോശ റൂഹ്. നല്ല റൂഹാണെങ്കിൽ അവർക്ക് എല്ലാ സ്ഥലത്തേക്കും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള ഒരു പിന്നെ കഴിവ് അള്ളാഹു തആല കൊടുക്കുമെന്നാണ്. അവരിങ്ങനെ, അതുകൊണ്ടാണല്ലോ പിന്നെ വെള്ളിയാഴ്ച രാവുകളിൽ മരിച്ച വീട്ടിലേക്ക് ആത്മാക്കൾ എത്തുമെന്നാണ്, റൂഹ് എത്തുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെ സന്ദർശിക്കാൻ എത്തുമെന്നാണ് കിതാബുകളിൽ